നമസ്കാരം. അപ്പോൾ നമ്മുടെ കോടതി ജഡ്ജ്മെൻറ്റ് നാളെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വരട്ടെ. അപ്പോൾ ഇത്രയും കാലം ആ ജഡ്ജ്മെൻറ്റ് ഒന്ന് നമുക്കെതിരാവാൻ, ഹൈറിച്ച് ജോയിൻ ചെയ്തവന് എതിരാവാൻ, ആ കമ്പനി പൂട്ടാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ ഒരു ടീമുണ്ടായിരുന്നു. അവർ കേസ് കൊടുക്ക് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഈ വിധി ഹൈറിച്ചിനെ പ്രതികൂലമായി ബാധിക്കാനാണ്, അല്ലാതെ നിങ്ങൾക്കാർക്കും കാശ് കിട്ടാനല്ല. കാരണം ഇത് ശരിയായാലും നിങ്ങളുടെ കാശ് കിട്ടും, നിങ്ങൾ ഹൈറിച്ചിന് വേണ്ടി മുടക്കിയിരിക്കുന്ന കാശ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് ക്ലിയറാണ്. മാത്രമല്ല ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി വലുതായി വരും. അത് ഓൾറെഡി നിലവിൽ വളർത്തി വന്നുകൊണ്ടിരുന്ന ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അതിലെല്ലാം വീണ്ടും ഡെവലപ്പ് ആവും. നാടിനൊരു ഗുണമുള്ള, ജനങ്ങൾക്കൊരു ഗുണമുള്ള കമ്പനി ഉണ്ടായി വരും ആയിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കുറേ ശ്രമിച്ചു. അവരുടെ ശ്രമത്തിലൊന്നും നടന്നില്ല. അവർ ഈ വാട്സപ്പും കൂട്ടി രാത്രിക്ക് രാമാനം ഇരുന്ന് കണ്ട ഉള്ള വെറുപ്പ് മൊത്തം ഉണ്ടാക്കി വെച്ചിട്ടും അതിൻ്റെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. കാരണം കേസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അവരെ കൊണ്ട് വേറെ ഈ ജഡ്ജ്മെൻറ്റിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ സാധനം, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളൊന്നും പ്രത്യേകിച്ച് ഫലം കണ്ടില്ല. ആകെ 3-4 കേസുകളാണ്. ഈ 10-15 ലക്ഷം ആളുകൾ ഹൈറിച്ചിൽ ഈ റെഡിങ് കൂപ്പൺ എടുത്ത് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും ആളുകൾ അതിലുണ്ട്. അപ്പോൾ അത്രയും ആളുകളിൽ ആകെ 4, അതും അവരെ പറ്റിച്ചതിൻ്റെ പേരിലൊന്നുമല്ല അവർ കേസ് കൊടുത്തേക്കുന്നത്, എന്തിനാന്ന് പോലും അറിയാത്തൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വക്കീലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വക്കീൽ പറഞ്ഞാൽ ഇത്രയും ആളുകൾ, 10-15 ലക്ഷമുള്ള ആളുകൾ, ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് കേസ് കൊടുപ്പിക്കാതിരിക്കുന്നത്. ഈ 15 ലക്ഷം 16 ലക്ഷം ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതൊരു വല്ലാത്ത ഭീഷണിയായിരിക്കണം, അതൊരു വല്ലാത്ത പണിയായിരിക്കണം. ഒരു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും പറ്റാത്തൊരു പരിപാടിയാണ് അത്രയും വലിയ ഭീഷണിപ്പെടുത്തൽ. പിന്നെ ഞാനൊന്നും ഇതുവരെ ആ ഒരു ഭീഷണി ശബ്ദം കേട്ടുമില്ല. എന്ത് ഭീഷണിയാണ് ഇവരെ പെടുത്തേണ്ടത്? ഈ 15 ലക്ഷം പേരെ ഒരു 4, 5 അല്ല ഒരു 10, 20 പേര് ചേരുന്ന ഒരു കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റ് എന്ത് ഭീഷണിപ്പെടുത്തുമെന്നാണ് ഈ വക്കീൽ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അയാൾക്കൊരു അത് എങ്ങനെയെങ്കിലും പൂട്ടിക്കാമെന്ന്. പിന്നെ എതിർഭാഗം അങ്ങനെയാണല്ലോ. എതിർഭാഗമാണെങ്കിലും കുറച്ചൊക്കെ ഒരു മാന്യതയും സത്യസന്ധതയും പുലർത്തി വേണം സംസാരിക്കാൻ. കാരണം ഏത് കാര്യത്തിനും നമ്മൾ ജയിക്കാൻ വേണ്ടി എന്ത് ചെണ്ടിത്തരവും പറയുന്നതാണ്. പിന്നെ ഇനി ഇപ്പോൾ കേസ് നെഗറ്റീവ് ആയാൽ, ഇപ്പം ഈ കേസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് പറയാൻ പറ്റില്ല. കാരണം ഇത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുന്ന കാര്യം ഇത്തിരി പണിയാണ്. കാരണം ഹൈറിച്ച് ശരിയായി കഴിഞ്ഞാൽ അത് പൈസ കിട്ടുന്നത് നമുക്ക് ഓൾറെഡി പണ്ടേ കിട്ടിക്കൊണ്ടിരുന്ന പോലെ കൃത്യമായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ കമ്പനി ഡെവലപ്പ് ആവും, നല്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, സൂപ്പറായിട്ട് അത് വരും. അതിനുള്ള പൊട്ടൻഷ്യലുള്ള ആളുകളും കമ്പനിയാണത്. പക്ഷേ ഇത് ഈ കോടതി വിധി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ കിട്ടുന്ന ഇത്തിരി പണി തന്നെയാണ്. കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കുറച്ച് പേർക്കൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ കുറേ പേരുടെ പൈസ പോകും, നഷ്ടപ്പെടും. കാരണം ചിലപ്പം ഞാൻ ഈ ഹൈറിച്ചിൽ 10 ഡീറ്റെയിൽ കൂപ്പണാണ് എടുത്തേക്കുന്നത്, പക്ഷേ എനിക്ക് ആ 10 കൂപ്പണിൻ്റെ പൈസ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പില്ല. ഉറപ്പെന്നല്ല, ഒരു 30,000 40,000 രൂപയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ഇത് ഗവൺമെൻറ്, ഇത് സർക്കാരാണ്. സർക്കാർ നല്ല വിശ്വാസമാണ് സർക്കാരിന് എനിക്ക്. അതുകൊണ്ടാണ് ഈ മറ്റേ കുപ്പി ഉണ്ടല്ലോ, ബിവറേജ്, ഇതിനകത്ത് ഒരു കുപ്പിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് സ്പിരിറ്റും പച്ചവെള്ളവും അതിന് ചേർക്കുന്ന കളറും എല്ലാം കൂടിയും ചിലപ്പോൾ ഒരു 50 രൂപ ചിലവാകുന്ന ഒരു കുപ്പി, ഒരു ചില്ല് കുപ്പി വിൽക്കുന്ന സാധനം, ഇവരുണ്ടാക്കുന്ന സാധനം 50 രൂപ അല്ല, ശരി 100 രൂപ കൂട്ടിക്കോ, അത് ഉണ്ടാക്കാൻ ഒരു 100 രൂപയാണ്. അതിനിടുന്ന ടാക്സ് അടക്കം ഇവന്മാർ ഈ നാട്ടിൽ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1500 രൂപ ഒക്കെയാണ്. അതായത് 100 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വരെ ഇവർ 1500 രൂപയ്ക്ക് വിൽക്കുവാണ്. ടാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി ഇങ്ങനെ പിഴിഞ്ഞ് മേടിക്കുന്ന ടാക്സ്. 100 രൂപ 1400 രൂപ 1500 രൂപയുടെ സാധനമാണെങ്കിൽ 1400 രൂപയും മിക്കവാറും ഈ ഇവന്മാരടിച്ചു വെക്കുന്ന ലാഭം ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കേട്ടോ. സേവനം എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ. പിന്നെ മദ്യം വിൽക്കാൻ ഉപയോഗിക്കുന്നത് പൈസ കുറയ്ക്കാൻ, അതിനുവേണ്ടി വേറെ ലഹരി വിരുദ്ധതയാണ് ലക്ഷ്യമെങ്കിൽ അതിന് വേറെ വഴികൾ ഒരുപാടുണ്ട്. പിന്നെ ഈ സിഗരറ്റ് മറ്റേ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ വിൽക്കുന്നുണ്ട്, ഇതെല്ലാം ലഹരിയാണ്, യാതൊരുവിധ ഗുണവുമില്ലാത്ത ലഹരി. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇതൊന്നും ബ്ലോക്ക് ചെയ്യാത്ത? ഈ സിഗരറ്റ് വിൽപ്പനയോ ഈ മദ്യവിൽപ്പനയോ ഒന്നും ബ്ലോക്ക് ചെയ്യാതെ ലഹരി വിൽപ്പനയെ ഇപ്പോഴും ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവരെ സംബന്ധിച്ച് ഇവരുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കായാലും അവർ ശമ്പളം വാങ്ങുക, ടാക്സ് കൊടുക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാരിലേക്ക് പരമാവധി പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. അതെന്തിനാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പം കമ്പനി എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഇത് ശരിയായി വരണ്ടേ. കാരണം ഒരുവിധം ഇവന്മാർ പണ്ടേ പറഞ്ഞു പൂട്ടിപ്പോയി എന്ന് പറഞ്ഞ കമ്പനിയുടെ അന്ന് തൊട്ട് തുടങ്ങിയ വീഡിയോ ഇടലാണ്.
ഇന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഈ പൂട്ടിയ കമ്പനികളുടെ എന്തിനാണോ എന്തിൻ്റെ വീഡിയോ ആണോ ഇട്ടുകൊണ്ടിരുന്നത്, പൂട്ടിയ കമ്പനികളുടെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നാളെ നമുക്ക് ഒരു തീരുമാനമാവും ഇത് കമ്പനി പൂട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പൂട്ടിയാൽ പിന്നെ ആ പൈസ റിക്കവറി ചെയ്യാൻ വേണ്ടി അതിൻ്റെ പുറകെ നടക്കണം. എത്ര പേർക്ക് കിട്ടും, എത്ര കാലം കഴിഞ്ഞ് കിട്ടും, കുറഞ്ഞത് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ കുറഞ്ഞത് ഒരു 3 വർഷം കഴിയാതെ 4 വർഷം കഴിയാതെ ഈ സാധനം കിട്ടൂല. ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചേക്കാം, 3 വർഷം 4 വർഷം കഴിയാതെ ഈ പൈസ 1 രൂപ പോലും കിട്ടത്തില്ല. അതാണ് പറഞ്ഞത്, 1 രൂപ പോലും കിട്ടില്ല. അങ്ങനെ കിട്ടത്തുമില്ല. പിന്നെ നിങ്ങൾ 2-3 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 50,000 രൂപയെങ്കിലും കിട്ടിയാൽ കിട്ടി, അത്രയ്ക്കേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഇവർ കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സ്നേഹമാണല്ലേ പൊന്നുമക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ തല കുനിക്കുന്നു. നന്ദി, നമസ്കാരം.